ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ 16:24. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഈ വാക്യം യേശുവിൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവസത്യത്തിൻ്റെ ആഴം നമ്മെ മനസ്സിലാക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിച്ചിട്ടില്ല. എന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ അപേക്ഷിക്കാനുള്ള അധികാരം ലഭിക്കുന്നു. ഇത് സാധാരണ പ്രാർത്ഥനയല്ല. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ നടത്തുന്ന ആത്മീയ ബന്ധമാണ്. എൻ്റെ നാമത്തിൽ എന്നത് ഒരു വാക്കല്ല, അത് ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ മുദ്രയാണ്. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവർ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അടിമപ്പെടുന്നവരാണ്. അവർ ലോകത്തിലെ വസ്തുക്കൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ആത്മീയ അനുഗ്രഹങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത്. ദൈവം യേശുവിൻ്റെ നാമത്തിൽ ഉച്ചരിക്കപ്പെടുന്ന പ്രാർത്ഥനകളെ അവഗണിക്കുന്നില്ല. അവൻ ഉത്തരം നൽകുന്നു. യേശു പറയുന്നു, അപേക്ഷിക്കുവാൻ ലഭിക്കും. അതൊരു ഉറപ്പാണ്, സംശയരഹിതമായ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ സമയത്തും രീതിയിലും നമുക്ക് ആവശ്യമായതെല്ലാം ലഭിക്കും. ഓ യേശുവേ, അങ്ങേ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് സമാധാനവും അനുഗ്രഹവും നൽകണമേ. ആമേൻ.